ടർബോ അടുത്ത ഹിറ്റ് ലോഡിങ്. ട്രെയിലർ എന്നാ ട്രെയിലറാ, ഭയങ്കര ട്രെയിലർ, രസമുണ്ട്, ചുമ്മാ പൊളിപ്പടം. അപ്പോൾ ദേ വീണ്ടും മമ്മൂട്ടി ഗ്ലാമർ സീന് ബഹളം, ആക്ഷൻ പടം. ഡയറക്ടർ വൈശാഖ്. ഇതിന് മുമ്പ് വേറെ പടങ്ങളൊക്കെ ഉണ്ട്, എനിക്കതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് കണ്ടിട്ട് എന്തോ ഒരു ഇച്ചിരി അഡ്വാൻസ്ഡ് ടെക്നോളജി പോലെ തോന്നുന്നുണ്ട്. ഇത് വേറെ സംഭവമാണ്. അതുമല്ല, മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. അവരത് കാര്യമായിട്ട് അറിഞ്ഞിട്ടല്ലാതെ ഇപ്പോൾ പടങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ. മറ്റേ പുള്ളി ചെയ്യുന്ന പോലെ വാരി വലിച്ച് വാരുന്നതും പോകുന്നതും പൃഥ്വിരാജും എല്ലാം കൂടെ കൂടി. മമ്മൂട്ടി പൃഥ്വിരാജിനെ ഒഴിവാക്കി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് കൂടിയതാ, ചെന്ന് പറ്റി കൂടിയതാ മമ്മൂട്ടിയുടെ കൂടെ. പിന്നെ അടുപ്പിച്ചില്ല. മമ്മൂട്ടി കാര്യം മനസ്സിലായി. നിനക്ക് പറ്റിയ സ്ഥലം ഇതല്ല, അങ്ങോട്ട് വെക്കോളാം പറഞ്ഞു. പറ്റിയ സ്ഥലത്താണ് എത്തിയത്. പൃഥ്വിരാജിന് ചേരുന്ന പണി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഇമ്മാതിരി തള്ളും അല്പത്തരവും പൊങ്ങച്ചവും ആലമ്പും ഒക്കെ നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മറ്റേ സ്ഥലത്താണ്. പുള്ളി അതുകൊണ്ട് അവിടെ തന്നെ പോയി കൂടി. അതുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ, അങ്ങനത്തെ തള്ളു സിനിമയൊക്കെ ആയിട്ട് നടപ്പിപ്പോൾ. ഈ പടം പക്ഷേ കൊള്ളാം, ഇത് പൊളിക്കും. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സൂപ്പർ ട്രെയിലർ. എന്തോ അത് ഒരു നല്ല എന്താ പറയണ്ട, ഒരു ആക്ഷൻ പടത്തിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഒരു കളർ സ്കീം ശ്രദ്ധിച്ചോ? പിന്നെ മൊത്തത്തിൽ ഗ്ലാമറും കോമഡിയും എല്ലാം കൂടെ കൂടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നിസ്സാരമായിട്ട് അങ്ങ് പോകത്തില്ല, പൊട്ടിപ്പോകത്തില്ല പടം. ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമയാണെന്നാണ് തോന്നുന്നത്. മമ്മൂട്ടി ഫാൻസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആഘോഷിക്കും, കണ്ടോണം. ചുമ്മാ തിയേറ്ററിൽ ഓളം. ആവേശത്തിന് ശേഷം ഓളം വരുന്നൊരു സാധനം, അത് ടർബോ ആയിരിക്കും. പുതിയ പരിപാടിയൊക്കെ ഇതിനകത്ത് ഒരുപാട് ഈ ടെക്നീഷ്യന്മാരും പിള്ളേരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഡയറക്ടറുടെ കൂടെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പുതിയ കുറേ ആക്ടേഴ്സിനെ കാണാൻ പറ്റും. ആരൊക്കെ ഉണ്ടോ എന്തൊക്കെയാണോ എന്താണെങ്കിലും ട്രെയിലർ നിസ്സാര നേരം കൊണ്ട് കയറി പോവുക. ട്രെയിലർ ഹിറ്റാണ്. നാളെ രാവിലെ ആകുമ്പോഴത്തേന് 1 മില്യൺ ആയിരിക്കും ആ ട്രെയിലർ വ്യൂസൊക്കെ. 1 or 2 മില്യൺ അടിച്ച് കയറും. ഭയങ്കര പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് വ്യൂ കയറി വരുന്നത്. എല്ലാവരും അയക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കൊരാൾ അയച്ചു തന്നാ, അതിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അവൻ എനിക്കിങ്ങനെ ഗ്രൂപ്പിൽ കണ്ട് ടർബോ ട്രെയിലറോ എന്ന് വെറുതെ നോക്കിയത്. അപ്പോൾ നാട്ടറ കിടക്കുന്നു. അയ്യോ ഭയങ്കര ട്രെയിലറാന്നേ. ഞാൻ ട്രെയിലർ കണ്ടില്ലേ, കണ്ടു നോക്ക്. സൂപ്പറാണ്. പടത്തിന് ആൾ നല്ലപോലെ കയറുകയും ചെയ്യും. പടം ഹിറ്റ്. മനസ്സിലായോ? ഇറങ്ങി വരുന്നവർക്ക് അമേസിങ് 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 കണ്ടൻ രണ്ടത് വരും നോക്കി. ഈ പ്രാവശ്യം അമേസിങ് കളവെടുക്കും. മമ്മൂട്ടിയുടെ പടം അങ്ങോട്ട് ഇറങ്ങും. അമേസിങ് കണ്ടൻ എവിടെ നിന്നാണ് വരിക എന്നറിയത്തില്ല. എല്ലാ കടച്ചാതി സിനിമയെല്ലാം കണ്ടിട്ട് അമേസിങ് എന്ന് പറയുന്ന ആളല്ല അമേസിങ് കണ്ടൻ. അമേസിങ് കണ്ടൻ മമ്മൂട്ടിയുടെ പടം വരുമ്പോഴാണ് അമേസിങ് വരുന്നത്. അല്ലാതെ ഉച്ചാളി പടത്തിന് അമേസിങ്ങിനെ കാണാൻ പറ്റത്തില്ല. അതിനവിടെ വേറെ ആൾക്കാരുണ്ട്. സ്ഥിരം ഡാൻസറായ അലിൻ ജോസിനെ പോലത്തെവരുമൊക്കെ ആണ് ആ സ്ഥലത്തുള്ളത്. പിന്നെ ആറട്ടൻ ഉറപ്പായിട്ടും ട്രെയിലറിനെ പറ്റി സിനിമയെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിരിക്കും. യാതൊരു സംശയമില്ല. കാരണം അതിനകത്ത് വേറെ വഴിയില്ല. അലിൻ ജോസിന് അഭിപ്രായം ഇല്ലല്ലോ. മമ്മൂട്ടിയുടെ പുതിയ സിനിമയാണ്, ടർബോ ആണ്, അങ്ങനെ കുറച്ച് ഇത് കാണിച്ചിട്ട് അങ്ങ് പോയിക്കോളും. കോക്കൊക്കെ ഭയങ്കര റിവ്യൂ പറയും. അതുപോലെ തന്നെ മറ്റവർ പറയും കപ്പും ടീയും ഒക്കെ ഉള്ളവരുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് കൂടിയ ആളുകൾ എന്നിപ്പോൾ തോന്നിപ്പിക്കുന്ന ആളുകൾ. ഒരു പഴമില്ല, ചുമ്മാ നമ്പറാണ്. അറ്റവും മുറിയും അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ആളാവുന്ന ടൈപ്പ് സംഭവം കളിക്കുന്ന കുറേ ടീംസ് വന്നിട്ട് മറ്റേതായിരുന്നു മറച്ചതായിരുന്നു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ്. എന്നാൽ കാര്യമായ കാര്യമായിട്ട് അറിയത്തുമില്ല. ആടുജീവിതം കണ്ടിട്ട് എല്ലാവരും ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് ആടുജീവിതം അല്ലാന്ന് എസ്കേപ്പ് ഫ്രം ഡെസേർട്ട് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അതൊക്കെ അപ്പോഴാണ് അറിയുന്നത്. ആരൊക്കെ പറഞ്ഞപ്പോഴാണ് ആ സിനിമ കണ്ടൊന്നുമില്ല. പക്ഷേ എനിക്കത് മനസ്സിലായി എന്തോ അത്. ഈ പറഞ്ഞ ഭയങ്കര റിവ്യൂവേഴ്സാണ് ഇവിടെ. സിനിമ തന്നെ കണ്ടു കിടക്കും എല്ലാം കൂടെ. അവന്മാർക്കിത് മനസ്സിലായില്ല. ഇത് കഷ്ടമുണ്ടെന്ന് ഇവിടെ ഉള്ളവന്മാരുടെ കാര്യം വലിയ കഷ്ടമാണ്. എന്തോ പറയണം, അത്രേ ഉള്ളൂ. അല്ല എന്താ നടന്നത്, എവിടെ നടന്നത്, അത് ഒരു വീഡിയോ ഇട്ട് അതോടെ തീർന്നു. എന്തോ പണി ചെയ്യുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് ഇത്രയും കാര്യം പറയണം, ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഇത്രയും എനിക്കറിയാം, അതേ അറിയത്തുള്ളൂ. ആ ഫോർമാറ്റിനകത്തുള്ളതൊക്കെ ഉണ്ടോ എന്ന് നോക്കും പോയിട്ട് പടത്തിൽ. അല്ല ഒരു പഴം അറിയത്തില്ല. സിനിമ റിവ്യൂസ് മഹാമോശം ഇവിടുത്തെ. അവർക്ക് അറിയത്തില്ല എന്താ റിവ്യൂ ചെയ്യുന്നതെന്നോ എന്തോ നടന്നതെന്നോ എവിടെയാ. പിന്നെ കോക്ക് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഭേദം കൂട്ടത്തിൽ. പക്ഷെ എന്നാൽ പോലും ഭയങ്കരമല്ല. എന്നുവെച്ചാൽ അതുപോലത്തെ ആൾക്കാർ ഞാൻ കണ്ടില്ല ഇവിടെ. പലയിടത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നു. സിനിമ എന്താ പറയുക, പലതും അവിടെ കറക്റ്റ് ആകത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും അത് കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവരിത് വീഡിയോ എടുക്കുന്നില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. ഇവിടെ ഉള്ളവന്മാർ പിന്നെ ബാക്കിയുള്ളവർ കോക്കൊന്നിൽ ജെന്യൂനായിട്ട് കാര്യം പറയും. ചില പടങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ചില പടങ്ങൾ ഇഷ്ടപ്പെടേണ്ടാത്ത പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ല ചില പടമൊക്കെ. പക്ഷെ മറ്റങ്ങൾ അങ്ങനല്ല. എല്ലാം വന്നിട്ട് ഭയങ്കര താത്വികമായ അവലോകനമാണ് നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭാവിച്ചിരിക്കും. അവരുടെ ഭാവത്തിൽ മാത്രമേ ആ ഒരു ഇത് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം പറയുന്നതൊക്കെ ഊളത്തരമായിരിക്കും.
ഏത് പടത്തിനെ പറ്റി എന്തും പറയാമല്ലോ തോന്നിയ പോലെ. പക്ഷെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പൃഥ്വിരാജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു ഡയലോഗ് അടിച്ച് റിവ്യൂസിന് എടുത്ത് നോക്ക് നിങ്ങൾ. വേറൊരു ഊളകളായിരിക്കും. അതൊക്കെ ആ സിനിമ കണ്ടിട്ട് പറയുന്നത്. എനിക്കിങ്ങനെ ഒരു 2-3 പടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അധികം സിനിമ കാണത്തേ ഇല്ല, തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പ്രശ്നം നിൽക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് പടം കണ്ടു കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവന്മാർക്ക് സിനിമയെ പറ്റിയൊന്നും അറിയത്തൊന്നുമില്ല. ഏതോ കണ്ടിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇതൊരു തൊഴിലായി പോയതുകൊണ്ടങ്ങ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നമ്മളെന്ത് ചെയ്യും, ആ സിനിമ കണ്ടെന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് ഇറങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അതാ അവർ. അല്ലാതെ സിനിമയൊന്നും ഒരിക്കലും ഇവർക്ക് മനസ്സിലായിട്ടില്ല, നല്ല സിനിമകൾ കണ്ടിട്ടില്ല. പിന്നെയും കണ്ടാൽ തന്നെ അത് വിളിച്ച് പറഞ്ഞുകൊണ്ട് വരും, 100 അടുത്ത് പറയുകയും ചെയ്യും. നല്ല പാട്ട് പോലും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു, മനസ്സിലാവുന്നുമില്ല. അതാ വേറൊരു പ്രശ്നം. ഇത് എന്തിനിങ്ങനെ ചെയ്തു, എന്താണ് സംഭവിച്ചത്, ഇത് വേറെ ഏതെങ്കിലും രീതി ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊന്നുള്ള ആ ധാരണയൊന്നുമില്ല. ചുമ്മാ കണ്ടത് കണ്ടിട്ടിരുന്ന് കൊണകൊണാന്ന് അതിനകത്ത് അതുണ്ടാകും ഇത് അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഈ വണ്ടിയുടെയൊക്കെ റിവ്യൂ ചെയ്യുന്ന പോലെ ഫോണിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുന്നത് സ്പെക്ക് വായിക്കുക, എന്നിട്ട് പറയും ഇതിനകത്ത് അതില്ല മറ്റേനകത്ത് അതുണ്ടെന്ന്. അതൊക്കെ ഇവിടെ വിവരം വിദ്യാഭ്യാസമുള്ളവർക്ക് എല്ലാവരും മനസ്സിലാവും. പിന്നെ അത്രയ്ക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് ഫോൺ മേടിക്കുന്നത്, ഒത്തിരി പേര് എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ആൾക്കാർക്ക് ഇവന്മാരുടെയൊക്കെ വീഡിയോ കാണണമായിരിക്കും. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്. കുറേ മണ്ടത്തിനും വിളിച്ച് പറഞ്ഞേക്കെ. എനിക്കൊക്കെ ആണെങ്കിൽ ഒരു സാധനം എടുക്കണേൽ ഞാൻ നേരെ ഒരു കാര്യമായൊരു ഗൂഗിൾ പരതൽ നടത്തും, ഇതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യും, പെട്ടെന്ന് പരിപാടി കഴിയും. അതിന് വേറൊരാൾ പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല ഇന്നവരെ ഒരു സാധനത്തിനും. അത് ഈ മണ്ടന്മാരല്ലേ ഇവന്മാർ, ഏതവനാണെങ്കിലും മണ്ടനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവർ തന്നെ ഇത് തന്നെ പറയുന്നു ഇരുന്ന്. നമ്മൾ നോക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്, വായിക്കാൻ അറിയാം, എഴുതിയിരിക്കുന്ന മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാഴുകളൊന്നും പറയുന്ന കേൾക്കേണ്ടി വന്നിട്ടില്ല ഒരു കാര്യത്തിലും. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും. അത് ഈ പറഞ്ഞ പോലെ ടെലിഫോൺ എന്താ പറയുക റിപ്പയറിലോ അല്ലെങ്കിൽ സെയിൽസിലൊക്കെ ഉള്ള ആൾക്കാരാണ് ചോദിക്കുക, ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ട്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുമല്ലോ. അവരും പറയാൻ പോകുന്നിട ഇറങ്ങിയിട്ടേ ഉള്ളൂ, കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ബാറ്ററിയുടെ കാര്യം എനിക്കറിയത്തില്ല എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ പറയും. പക്ഷേ ഈ റിവ്യൂവർ അങ്ങനെ അല്ലെന്ന്, അവൻ കിട്ടുമ്പോഴേ എടുത്ത് വെച്ചങ്ങ് പറഞ്ഞു കളയും. എങ്ങനെ ഇത് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പലപ്പോഴും. വണ്ടിയുടെയോ ഫോണിൻ്റെയോ എല്ലാം എന്ത് സാധനത്തിൻ്റെയാണ്, സിനിമയുടെ ഒക്കെ കണ്ടുടനെ പറയാൻ പറ്റും, സിനിമ 1 മാസം കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഫോണ് വണ്ടികളൊക്കെ എന്ന് വെച്ചാൽ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള പ്രശ്നങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി മനസ്സിലാകത്തുള്ളൂ. ഇറങ്ങിയ പാടൊന്നും പിടികിട്ടത്തേ ഇല്ല. 5 ദിവസം ഉപയോഗിച്ചാൽ ഒന്നും കാര്യം മനസ്സിലാകത്തില്ല. ഈ ഉമ്മായിരുന്നു റിവ്യൂ എന്നൊക്കെ പറഞ്ഞു, അത് ആ ഫോൺ സൂപ്പറാണെന്നും പറയും. എന്നിട്ട് അത് ഈ പലതും പറയേണ്ട കാര്യമില്ലാത്ത സാധനങ്ങൾ, ഐഫോണിൻ്റെ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുമ്പോൾ വാ ഇത് സൂപ്പറാണ് മറ്റേത് മറിച്ചെന്ന് പറയേണ്ട കാര്യമില്ല ആരും. അങ്ങനത്തെ കുറേ പരിപാടി അവതരിപ്പിക്കുന്നു കുറേ പേര്. അതെന്ത് പരിപാടിയാണെന്ന് മനസ്സിലായില്ല. എന്തത് ഇതൊക്കെ എനിക്കറിയത്തില്ല. അങ്ങനെ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ വരും കുറേ എണ്ണം, ഈ വണ്ടി സൂപ്പർ, മറ്റേ വണ്ടി സൂപ്പർ, പക്ഷേ അതിനകത്തുള്ള ചിലത് ഇതിനകത്തില്ലെന്നൊക്കെ. അതൊക്കെ വെറുതെ ചുമ്മാ എഴുതിയിട്ടുണ്ട്. ചുമ്മാ കമ്പയർ ദീസ് 2 ബൈക്സ്, ഏത് പേരാണോ അതങ്ങ് ഇട്ടാൽ മതിയില്ല, കാറ് ഗൂഗിൾ കാണിച്ചു തരും. ഞാൻ അപ്പുറത്തോട്ട് പറയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതിനൊക്കെ വലിയ ഭംഗിയായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഇവന്മാർ പറയുന്നതൊക്കെ നല്ലപോലെ ഷൂട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇതൊരു തൊലിഞ്ഞ പണിയായതുകൊണ്ട് അന്തത്തില്ലാത്ത പരിപാടി പോലെ തോന്നുന്നുകൊണ്ടാണ് ചെയ്യാത്തത്. അതിനകത്തുനിന്ന് എന്താ അഭിപ്രായമുള്ളത്? എവിടെയെങ്കിലും പറയുമോ മോശമായി എടുക്കരുതെന്നാലും പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് വളരെ കുറവാണ്. ഫുഡ് ബ്ലോഗേഴ്സ് അതുപോലെ തന്നെ വേറെ ചില സാധനങ്ങൾ. ഈ ഫുഡ് എന്ന് പറയുന്നത് അവൻ കഴിക്കുമ്പോൾ നല്ലതായിരിക്കും, നാളെ ആ ഷെഫ് മാറി എല്ലാം വേണ്ട എന്തെങ്കിലും സംഭവിച്ചു, എന്തെങ്കിലും മണ്ടത്തിനും പറ്റുന്ന ഇത് ഫുഡ് പോയിസണൊക്കെ ഉണ്ടായി മിക്ക കടയെ പറ്റി നല്ല പറഞ്ഞിട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ്. അതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല ശരിക്കും. അറിയിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കടയുടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കണ്ടു, ഓക്കെ. അല്ലാതെ ഫുഡിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സമ്മതിക്കണം എല്ലാത്തിനും. ഇത് ഇനിയിപ്പോൾ ഈ പടം ഇറങ്ങുമ്പോൾ കാണാം, ഇതൊന്നും കാണണം. എന്നാൽ ഈ പടം പോയി